കുറെ ഇൻബോക്സിൽ മെസ്സേജസ് കണ്ടു, തൊപ്പിക്ക് എന്ത് സംഭവിച്ചു എന്നുള്ളത്. തൊപ്പി ഹോസ്പിറ്റലിലാന്നുള്ളത് നിങ്ങളെപ്പോലെ തന്നെ ഞാനും അറിഞ്ഞത്. പനിയോ എന്തോ ആണ്. കൂടുതൽ അപ്ഡേറ്റ്സ് ഒന്നും എനിക്കും കിട്ടിയില്ല. തൊപ്പിനെ വിളിച്ച് ഫോൺ എടുത്തിട്ടുണ്ടായിരുന്നില്ല. ഞാനപ്പോൾ ഫ്രണ്ടിനെ വിളിച്ചിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ മുനു പറഞ്ഞത് പനിയാണെന്നാണ് അറിയാൻ കഴിഞ്ഞത്. ബാക്കി അപ്ഡേറ്റ്സൊക്കെ തൊപ്പി തന്നെ ഇടുമായിരിക്കും, കാരണം കോൾഡ് ഇഷ്യൂസൊക്കെ ഉണ്ടായിരുന്നു എന്ന് മുനു പറഞ്ഞു. എന്താണെങ്കിലും അത് ആദ്യമേ പറയുന്നു. ഈ ഒരു വീഡിയോയിൽ ഇപ്പോൾ പറയാൻ പോകണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഫസീനെ തൊപ്പി അൺഫോളോ ചെയ്തതിന് ഞാൻ എന്ത് ചെയ്യും? ഇനി ഒന്നും ചെയ്യാൻ പറ്റില്ല. ഓക്കെ, ഫസി തൊപ്പീനെ അൺഫോളോ ചെയ്തിട്ടില്ല എന്നുള്ളത് ഞാൻ കയറി വെക്കപ്പോ മനസ്സിലായി. തൊപ്പി ഫസീനെ അൺഫോളോ ചെയ്തതിന് എനിക്കൊന്നും ചെയ്യാനില്ല. അതെ, അതൊന്നും ചെയ്യാനില്ല. തൊപ്പി ഫസീനെ അൺഫോളോ ചെയ്യുക, ഫസി തൊപ്പീനെ ഫോളോ ചെയ്യുന്നു. ഫസി തൊപ്പീനെ അൺഫോളോ ചെയ്യുമോ എന്നുള്ളത് എനിക്കറിയില്ല. ആ കാര്യത്തിനെ കുറിച്ചൊന്നും എനിക്ക് വലിയ പിടുത്തൊന്നുമില്ല. പറയാൻ പോണത് വേറൊരു കാര്യമാണ്. അപ്പൊ എന്താണെങ്കിലും ആ കാര്യങ്ങളില് അതൊക്കെ നിങ്ങൾക്ക് കൂടുതലായിട്ട് അറിയണമെന്നുണ്ടെങ്കിൽ തൊപ്പിക്കും ഫസിക്കും മെസ്സേജ് ഇട്ട് ചോദിക്കുക. ഓക്കെ, ആ മെസ്സേജ് ഇട്ട് ചോദിക്കുമ്പോൾ അവർ ഉപദ്രവിക്കരുത്. ഇനി അത്രേ പറയാനുള്ളൂ. ഇത് ഒരു ഇമ്പോർട്ടന്റ് കാര്യം ഇവിടെ പറയാനുണ്ട്. ഫസ്റ്റ് തിങ്, തൊപ്പി ഇങ്ങനെ ഈ ഫസിയുമായിട്ടുള്ള ബന്ധം പോയി അല്ലെങ്കിൽ നിർത്തി, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ തൊപ്പി ഇങ്ങനെ ലൈവിലിരുന്ന് പറയുന്നുണ്ടായിരുന്നു. ബേസിക്കലി നിങ്ങൾ ഒരു കാര്യം മനസ്സിൽ വെക്കേണ്ടത്, തൊപ്പി എന്ന് പറയുന്നത് ഇപ്പം ഐഷ് ഓഫ് സ്പീഡിനെ കോപ്പി ചെയ്ത് വന്നൊരു കോണ്ടന്റ് ക്രിയേഷൻ മെത്തേഡ് ആണെങ്കിലും തൊപ്പി നല്ല ബ്രില്യൻ്റ് ആണ് കണ്ടന്റ് ഉണ്ടാക്കാൻ. ഓക്കെ, തൊപ്പി അത്രയും ക്ലോസ് ആയിട്ട് അറിയുന്നതുകൊണ്ടാണ് പറയുന്നത്. വെരി ഗുഡാണ് കണ്ടന്റ് മേക്കിങ്ങിൽ. തൊപ്പി എങ്ങനെയും പിടിക്കും, ഏത് രീതിക്കും പിടിക്കും തൊപ്പി. ഞാൻ പറഞ്ഞല്ലോ, കണ്ടന്റ് ഉണ്ടാക്കുന്ന സമയത്തുള്ള തൊപ്പിയും പേഴ്സണൽ തൊപ്പിയും ഒക്കെ എനിക്ക് നന്നായിട്ട് അറിയുന്നതുകൊണ്ടാണ് പറയുന്നത്. നിങ്ങളിത് കണ്ടിട്ട് ഒരു ഹെയ്റ്റ് വെച്ചിട്ട് വേറൊരാളെ പോയി അങ്ങോട്ട് അറ്റാക്ക് ചെയ്യരുത്. ഇപ്പൊ ഉണ്ടായ സംഭവം പറയാം. തൊപ്പി ആദ്യം ഇപ്പൊ ലൈവില് പറഞ്ഞൊരു കാര്യം ഞാൻ അവിടെ വയ്ക്കാം. ഞാൻ അള്ളാണ് എന്റെ ഉമ്മ സത്യം ഞാൻ പറയാം. ഞാൻ ലൈവ് ഇപ്പം ഞാൻ തമാശ, ഞാൻ ഇന്നലെ വെറുതെ പറഞ്ഞല്ല, ഞാൻ ഇപ്പം നിർത്തിയിട്ട് പോകും. ചാറ്റിൽ വന്നിട്ട് അത് സ്പാം ഇല്ലല്ലേ, ഇനി ഓളെ പേര് പോലും ഞാൻ പറയില്ല. ഇനി ഓളെ പേര് പോലും എനിക്ക് പറയാൻ താല്പര്യമില്ല. ഓളെ വീഡിയോ ഞാൻ റിയാക്ട് ചെയ്തില്ല, ഓളെ പേരും പറയാൻ എനിക്ക് താല്പര്യമില്ല. ഓക്കെ, ഓളെ കുറിച്ചുള്ള മൊത്തം കട്ട് ഓഫ്. ഓക്കെ, മൊത്തം കട്ട് ഓഫ് ആണ്. അത് വന്നിട്ട് ഇവിടെ വന്ന് സ്പാം ചെയ്താൽ ഞാൻ എൻ്റെ ഒന്നാണ് സത്യം, ഞാൻ റേവ് നിർത്തിയിട്ട് പോകും. വെറുതെ മൂഡ് കളയാനാണെങ്കിൽ വന്ന് ഞാൻ കയറിയിട്ടുള്ളൂ 5 മിനിറ്റേ ആയിട്ടുള്ളൂ. ഞാൻ വന്ന് കയറിയിട്ട് 5 മിനിറ്റേ ആയിട്ടുള്ളൂ. വെറുതെ എൻ്റെ മൂഡ് കളഞ്ഞാൽ ഞാൻ ഇറങ്ങിപ്പോവും. ഞാൻ ഇറങ്ങിപ്പോവും. ഞാൻ സത്യമായിട്ട് ഇറങ്ങിപ്പോവും. അബു സാലിം ന്യൂ റീൽ നോക്കാം. അബു സാലിമിന്റെ തന്നെ ന്യൂ റീൽ വേണമെങ്കിൽ നോക്കാം. ഓക്കെ, ഇതല്ലാണ്ട് കണ്ട് മനുഷ്യനെ എന്റെ മോനെ ഇത് തുറക്കുമ്പം തന്നെ അബു സാലിം എടുക്ക. അബു സാലിം ഇതൊന്നല്ല അബു സാലിമിന്റെ അക്കൗണ്ട്. അല്ലാ സാലിം ഇതെന്താണ് ഇൻസ്റ്റ തുറക്കുമ്പോ തന്നെ ഞാൻ ഇത് കാണണ്ട വരുത്താലിരിക്കുമ്പോ നമുക്ക് ഏതാണ് അബു സാലിമിന്റെ ഒറിജിനൽ അക്കൗണ്ട്. കാര്യം ഞാൻ അൺഫോളോ ചെയ്യാൻ പറ്റും. അൺഫോളോ ചെയ്തോ എന്നാ പിന്നെ കാണണ്ടായിരുന്നു. മിനിറ്റ് റീഫ്രഷ് അടിച്ച് നോക്കട്ടെ, എനിക്ക് പേര് നോക്കട്ടെ. ഇതെന്താടാ റീഫ്രഷ് അടിച്ച് എടാ, പിന്നെ എന്താടാ ഞാൻ ഓക്കെ പോയി എടാ മുത്തേ, ഞാൻ സത്യം പറയില്ല, എൻ്റെ മൈൻഡ് പോയിപ്പിക്കരുത്. നിങ്ങൾ ചാറ്റിൽ വന്നിട്ട് നിങ്ങളിങ്ങനെ സ്പാം ചെയ്തിട്ട് ഞാൻ കാര്യം പറയില്ല, മൈൻഡ് പോയിപ്പിക്കരുത്. ഞാൻ സത്യമായിട്ട് ഞാൻ ഇറങ്ങിപ്പോവും, എൻ്റെ മൊത്തം മൂഡ് പോവും. ഇല്ല, എനിക്ക് മനസ്സിലായി. ആ റീല് ഞാൻ എനിക്ക് കാണാൻ താല്പര്യമില്ല. ആ റീൽ എനിക്ക് കാണാൻ താല്പര്യമില്ല. ഓക്കെ, ഓളുമായിട്ട് ബന്ധപ്പെട്ട് ഒന്ന് റിയാക്ട് ചെയ്യാൻ, അവളെ കുറിച്ച് സംസാരിക്കണം, പേര് പറയാൻ പോലും എനിക്ക് താല്പര്യമില്ല. ഓക്കെ, ഇത് ലാസ്റ്റ് ടൈം ഞാൻ അതിനെ കുറിച്ച് പറയുന്നത്. ഫുൾ സ്റ്റോപ്പ്. ഓക്കെ, ബൈ. ഓക്കെ, നീച്ചു പോകുന്ന പറഞ്ഞിട്ട് നീച്ചു പോയതുമില്ല. എങ്ങനെ നീച്ചു പോകാനാ? കണ്ടല്ലേ തൊപ്പിന്റെ പോവാൻ പറ്റുമോ? പോകുമ്പോന്ന് പറയും, പക്ഷെ അറിയും പോവില്ല. അതാണ്. അപ്പൊ എന്താണെങ്കിലും തൊപ്പി നീച്ചു പോകുമ്പോന്ന് പോയതുമില്ല. ഫസീൻ അവിടെ അൺഫോളോയും അടിച്ചു. പിന്നെ ഒരു റീലിന്റെ കാര്യം പറയുന്നുണ്ട്. ഫസീട്ട് ഒരു റീലിന്റെ കാര്യമാണ് ഈ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അപ്പൊ ആ റീല് ഞാനിവിടെ നിങ്ങൾക്ക് പ്ലേ ചെയ്ത് കാണിച്ചു തരാം. ഫസീട്ട റീൽ ഒരു പയ്യന്റെ ഒപ്പമുള്ള ഒരു റീലാണ് ഫസീട്ടുള്ളത്. അതൊരു കുറച്ച് ഈ പറഞ്ഞ ഏതോ മൂവിയിലെ ലവ് സീനാണ് ആ സംഗതി. അപ്പൊ അത് പറയുന്നു. അവർ രണ്ടുപേരും ഇങ്ങനെ നോർമൽ ലിപ്സിങ്ക് സാധനം അങ്ങനെ റീൽ ഇട്ടിട്ടുണ്ടായിരുന്നു. ഈ തൊപ്പി അൺഫോളോയും അടിച്ചു. ഫസീനെ കുറിച്ച് ചോദിക്കുമ്പോൾ എനിക്ക് ഇനി ഓളെ കുറിച്ച് പറയണ്ട എന്നുള്ളത് ലൈവില് പറഞ്ഞതിന് ശേഷം ഫസീന്റെ അവസ്ഥ കമന്റ് ബോക്സ് നോക്കും. തൊപ്പിയെ വെച്ച് ഫേമസ് ആയവൾ, വെടി ആൾവേസ് വെടി,
ഡേ തൊപ്പി നായിന്റെ മോളെ, ഇത് തന്നെ തെറി വിളിയാണ് ഫസീന്റെ ഇൻബോക്സ് മൊത്തം ഇപ്പൊ കാണുന്നത്. ഞാൻ സീരിയസ് ആയിട്ടൊരു കാര്യം ചോദിച്ചത്, നമുക്കൊരു വിഷയമല്ല, പക്ഷെ ടു ബി ഹോണസ്റ്റ് ഞാൻ ഒരു കാര്യം ചോദിക്കട്ടെ. ഫസി തൊപ്പി രണ്ടുപേരും റിലേഷനിലായ കാര്യം അവര് ഓൺലൈൻ ഈ പറഞ്ഞ ലൈവും കാര്യങ്ങളും എന്താ പറയാ കണ്ടന്റ് വഴിയൊക്കെയാണ് നമ്മളെ അറിയിച്ചത്. അവർ രണ്ടുപേരും ഇഷ്ടത്തിലാണ്, ഇന്റർവ്യൂസ് കൊടുക്കുന്നു, അത് വൈറലാവുന്നു. ഓക്കെ, ഈ പറഞ്ഞ ഫസി എന്ന് പറഞ്ഞ പെൺകുട്ടി ഒരു വീഡിയോ ക്രിയേറ്റർ തന്നെയാണ്, കോണ്ടന്റ് ക്രിയേറ്റർ തന്നെയാണ്. തൊപ്പി ഒരു കോണ്ടന്റ് ക്രിയേറ്റർ ആണ്. സോ ബേസിക്കലി അവര് എനിക്ക് തോന്നുന്നത് റിയൽ ലൈഫിലുള്ളതിനേക്കാൾ കൂടുതൽ അവരുടെ ആ കോണ്ടന്റ് ക്രിയേറ്റർ എന്ന് പറഞ്ഞ ഒരു ടാഗിന്റെ മുകളിൽ തന്നെയാണ് രണ്ടുപേരും കണക്ട് ആവുന്നതും. അങ്ങനെ തന്നെയാണ് അവർ ആ ഒരു ഫെയിമിലേക്ക്, കപ്പിൾ എന്ന് പറഞ്ഞിട്ട് ഒരു ഫെയിമിലേക്ക് എത്തുന്നതും ഒക്കെ അങ്ങനെ തന്നെയാണ്. ഇപ്പൊ അവർ ആ റിലേഷൻ നിർത്താൻ ഇനി തൊപ്പി തീരുമാനിച്ച് അൺഫോളോ അടിച്ചിട്ട് ഇത് നിർത്തിയതാണോ അതോ ഒരു ലൈക്ക് എന്താ പറയാ ഒരു പോയിന്റ് ഓഫ് ടൈമിൽ തോന്നുന്നത് അപ്പത്തെ ഒരു ഇതിന് അങ്ങനെ ഓക്കെ എന്തെങ്കിലുമൊക്കെ ചെറിയ ചെറിയ കാര്യങ്ങളിൽ ഇണക്കവും പിണക്കവും ഒക്കെ കാണും റിലേഷന്റെ മുകളിൽ, അങ്ങനെ ചെയ്തതാണെങ്കിലും അത് അവര് ഓൺലൈനിലൂടെ തന്നെ എല്ലാരും കാണിച്ച് ലൈവിൽ തന്നെ തൊപ്പി ചെയ്യുന്നുണ്ട്. ഇതൊക്കെ ചെയ്യുമ്പോഴും നിങ്ങൾ എന്തിന്റെ കുഴപ്പം? എനിക്ക് ഓക്കെ, പബ്ലിക് കമന്റ് ബോക്സ് ആണ്, പബ്ലിക്കായിട്ട് കമന്റ് ചെയ്യാം, നിങ്ങളുടെ ഇഷ്ടമാണ്, നിങ്ങളുടെ ഡാറ്റ നിങ്ങൾ കമന്റ് ചെയ്തോ. പക്ഷെ ഇങ്ങനെ ചെയ്യുന്നത് കൊണ്ട് നിങ്ങൾ മനസ്സിലാക്കേണ്ടത് അവിടെ ഏതെങ്കിലും ഒരു പോയിന്റിൽ ആ പറയുന്ന ഫസി എന്ന് പറഞ്ഞ ഒരാൾക്ക്, ഇപ്പോൾ അറിയാലോ തിരുവനന്തപുരത്തൊക്കെ ഉണ്ടായ ഇഷ്യൂ, ആ കുട്ടിക്ക് ഇങ്ങനെ കമന്റും ഈ തരത്തിലുള്ള മെസ്സേജിങ്ങും ആയിട്ടാണ് ആ കുട്ടി ഒരു പോയിന്റ് ബ്രേക്ക് ഡൗൺ ആയിട്ട് അവർ കടുങ്കൈ ചെയ്തത്. എടേ ഓക്കെ, ഓൺലൈനിൽ അവർ ലൈവായിട്ട് അവരെ പ്രണയം പറഞ്ഞു, ആ പ്രണയത്തിലൂടെ നമ്മളെ കൊണ്ടുപോയി. ഇനിയിപ്പോൾ അവരില്ല, പ്രണയം ഇല്ല എന്ന് പറയുകയാണെങ്കിലും എന്താ പ്രശ്നം അല്ലേ? അവരില്ല എന്ന് പറഞ്ഞാൽ ഇല്ല, അതിന് വരെ ഓടിപ്പിടി. ഇതാണ് പ്രോപ്പർ സൈബർ ബുള്ളിങ് എന്ന് പറഞ്ഞ സാധനം. ഇങ്ങനത്തെ പരിപാടികളാണ്. ഇതിപ്പോ ഈ പറഞ്ഞ ഞാൻ കണ്ടു. മാത്രല്ല കേരളത്തിലെ ഏറ്റവും വലിയ പ്രശ്നം അതാണ്. അല്ല, കേരളത്തിലേന്നല്ല, വേൾഡിൽ തന്നെ. നമുക്ക് നമ്മളെ ഈ അവസ്ഥ കണ്ണിന് മുന്നിൽ കാണുന്നതുകൊണ്ട് നമ്മൾ പറയുന്നു. പക്ഷെ ഇതേ അവസ്ഥ തന്നെയല്ലേ ഇന്റർനാഷണലി നടക്കുന്നത്. ലോകത്തിലെവിടെയും ഈ പറഞ്ഞ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളുള്ള സ്ഥലങ്ങളിലൊക്കെ ഈ പരിപാടികളൊക്കെ നടക്കുന്നുണ്ട്. നടക്കാത്ത പുതിയ സംഭവങ്ങളൊന്നുമല്ല. പക്ഷെ ഇന്നിപ്പോ വേറൊരു സംഗതി കണ്ടു ഞാൻ. കുറച്ച് മറ്റേ RLV രാമകൃഷ്ണന്റെ കേസിൽ സത്യഭാമയ്ക്കെതിരെ കമന്റ് ഇട്ട അതേ പ്രബുദ്ധ മലയാളികൾ തന്നെ മീനാനന്ദന്റെ കല്യാണം കഴിഞ്ഞ് വരുമ്പോ പയ്യനെതിരെ ബോഡി ഷേമിങ് കമന്റ് ഇട്ട്. നമ്മളെ നാടിതാണ്, നാടിതാണ് ഇത് ചെയ്തുകൊണ്ടിരിക്കും. പിന്നെന്ന് പറഞ്ഞാ ഇതൊക്കെ സോഷ്യൽ മീഡിയ ലൈഫിന്റെ ഭാഗമായിട്ടാണ്. തൊപ്പിയാണെങ്കിലും ബാക്കി ഇതൊക്കെ റിവീൽ ചെയ്യുന്നത് കണ്ടന്റിന് വേണ്ടിയിട്ടല്ലേന്ന് ചോദിക്കും. ഡെഫിനറ്റ്ലി കണ്ടന്റിന് വേണ്ടിയിട്ടാണ്, അല്ലാത്ത പരിപാടി ഒന്നുമില്ല. കണ്ടന്റിന് വേണ്ടി ഇപ്പൊ ഞാൻ വീഡിയോ കണ്ടന്റ് ആണ്, അരിയാണ്, തൊപ്പി ചെയ്യുന്നു കണ്ടന്റ് ആണ്, അരിയാണ്. നിങ്ങളിത് ആ സെൻസിലെടുക്ക്. ഇവരുടെ ഒന്നും റിയൽ ലൈഫിലോ റിയൽ സാധനത്തിലോ ഇങ്ങനത്തെ ഈ പറഞ്ഞ ഹെയ്റ്റോ തമ്മിലുള്ള പ്രശ്നങ്ങളോ കച്ചറകളോ ഒന്നും ഉണ്ടാവാനുള്ള സാധ്യത ഞാൻ പേഴ്സണലി കാണുന്നില്ല. കാരണം എനിക്ക് ഇവരൊക്കെ ആയിട്ട് അത്യാവശ്യം അറിയുന്നതുകൊണ്ടാണ് പറയുന്നത്. ഇത് നിങ്ങൾ തലയിലെടുത്ത് വെച്ച് നിങ്ങളൊരു കാര്യം തുടങ്ങി വെക്കുമ്പോഴത്തേക്ക് ബാക്കി രണ്ടുപേരിലേക്കും ഉണ്ടാവും. അത് ഇവര് ഈ പ്രേക്ഷകർ എന്താ ചെയ്യുന്ന വെച്ചാല് ആൾക്കാരുടെ മനസ്സിലേക്ക് എടുക്കാണ്. ഇവരൊക്കെ നമ്മുടെ സ്വന്തം ആൾക്കാരാണ്, അപ്പൊ നമുക്ക് എന്ത് വേണമെങ്കിൽ പറയാം. അങ്ങനെ ആവും. അതുപോലെ അപ്പത്തെ ഒരു രസത്തിന് കമന്റ് ഇടുന്ന ആളുകളും ഉണ്ടാവും. ഇത് ചിലപ്പോ അവരും ഇതുപോലെ കമന്റ് ഇട്ട് ഏതോ വഴിക്ക് പോയ ആളുകളും ഉണ്ടാവും. അല്ല, കമന്റ് ഇട്ടൊരു മനസ്സുഖം ബാക്കിൽ വേറെയുള്ള ആളുകളെ ബാധിക്കുന്നുണ്ടോ ഇല്ലേ എന്നുള്ളത് ആരും ചിന്തിക്കാറില്ല എന്നാണ്. ഒരു വീഡിയോ കൂടി ഉണ്ട്. ഫസി റീൽ ഫസി നോ കമന്റ്സ് ബ്രോ, നോ കമന്റ്സ്. അത് തീർന്ന കേസാണ്. ഓളെ കുറിച്ച് എനിക്ക് സംസാരിക്കാനില്ല. അത് തീർന്ന കേസാണ്. ഓക്കെ, ഓളായിട്ട് എനിക്ക് ഒരു ഇതുമില്ല. ഓക്കെ, എല്ലാം തീർന്ന, എല്ലാം ഫുൾ സ്റ്റോപ്പ് ഞാൻ ഇട്ടേന്ന്. ഇനി ചാറ്റിൽ വന്നിട്ട് സ്പാം ചെയ്യരുത് ദയവ് ചെയ്ത്. ഓക്കെ, ഞാൻ എപ്പോൾ ഞാൻ ദേഷ്യം പിടിക്കില്ല. ഇപ്പം ഞാൻ ഞാൻ റിക്വസ്റ്റ് ചെയ്യാം നിങ്ങളോട്, ഒന്ന് പറയുന്നത് കേൾക്കണം. എന്തുവാണെങ്കിൽ ചെയ്തറാക്കും. സോറി തെറി വിളിക്കുന്നില്ല. സോറി ഗൈസ്, അതിൻ്റെ റിക്വസ്റ്റാണ്. ഫസി ഞാനുമായിട്ട് ഇനി ഒരു ഇതുമില്ല. ഓക്കെ, സോറി, ഓളെ പേര് പറയാൻ പോലും എനിക്ക് താല്പര്യമില്ല. ഓക്കെ, ഓളെ റീല് കാണാനോ ഓളുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളോ ഒന്നും ചാറ്റിലോ ഡിസ്കോഡിലോ വന്നിട്ട് ഇടാണ്ട് നിൽക്കുക. ഓക്കെ, അഥവാ ഞാൻ കണ്ടാലും ഞാൻ റിയാക്ട് ചെയ്യൂല. നോ കമൻസ്. ഓക്കെ, നമ്മൾ തമ്മിലുള്ള അതാണ് തീർന്നു. ഓക്കെ, ഇനി ഇത് വന്നിട്ട് ഇവിടെ ഓർമ്മിപ്പിക്കലോ അല്ലെങ്കിൽ ഇവിടെ വന്നിട്ട് ടൈപ്പ് ചെയ്യലോ ഡിസ്കൗണ്ട് ഇടലോ പ്ലീസ് ദയവ് ചെയ്ത് നിർത്തുക. ഞാൻ കാല് പിടിക്കാം. ഞാൻ ആദ്യമായിട്ട് നിങ്ങളോട് റിക്വസ്റ്റ് ചെയ്യുന്ന ഒരു കാര്യം, ഈ ഒറ്റ കാര്യം മാത്രം എനിക്ക് വേണ്ടിയിട്ട്. ഓക്കെ,
സോറി. ഓക്കെ, നിങ്ങൾ പറയുന്നത് ഒന്ന് കേൾക്കുക, എന്നെ അത് ഓർമ്മിപ്പിക്കാണ്ട് പോവാ. ഓക്കെ, ആ കേസ് വിട്ട് ഫുൾ സ്റ്റോപ്പ്. ഓക്കെ, കഴിഞ്ഞ് അൺഫോളോ ചെയ്ത് അൺഫോളോ എല്ലാം ചെയ്താലും കഴിഞ്ഞു. ഓക്കെ, തീർന്നാണ്. എൻ്റെ ഉള്ളിൽ ശരിക്കും ഞാൻ ഇങ്ങനെയാണുള്ളത്, സത്യം പറയാലോ. എൻ്റെ മനസ്സ് ഞാനിങ്ങനെയുള്ളത്. ഞാൻ പുറത്ത് ഞാനിങ്ങനെ കളിച്ച് ഇരിക്കുന്നുണ്ടെങ്കിലും ഞാൻ ഉള്ളിലൊരു ഡിപ്രഷൻ അടിച്ചൊരു കളവനെ പോലെയാണ് ഞാൻ ഉള്ളത്. സത്യം പറയാം, എൻ്റെ ജീവിതം അങ്ങനെയാണ് ഇപ്പോൾ ഉള്ളത്. അത് നിങ്ങൾ മനസ്സിലാക്കണം. എൻ്റെ ഫീലിങ്സും കൂടി നിങ്ങൾ മനസ്സിലാക്കണം ദയവ് ചെയ്ത്. ഞാൻ ഇതുവരെ ഒരു കാര്യം നിങ്ങളോട് റിക്വസ്റ്റ് ചെയ്തിട്ടില്ല. ഇത് ആദ്യമായിട്ട് ഞാൻ ഒരു കാര്യം റിക്വസ്റ്റ് ചെയ്യാം, പ്ലീസ്. ഓക്കെ, അറിയണ്ട ആ കേസ്. അതാ ഞാൻ പറഞ്ഞു, ഇതിൻ്റെ കണ്ടിന്യൂഷൻ ഇല്ല. ഇനി ഇതുമായിട്ട് ബന്ധപ്പെട്ട് ഒരു കാര്യത്തിന് ഞാൻ റിപ്ലൈ ഇല്ല. ഞാൻ കണ്ട പോലെ പോലും ഞാൻ അടിക്കൂല. ഓക്കെ, എന്തെങ്കിലും ക്ലിപ്സ് എന്തെങ്കിലും വീഡിയോ കണ്ടാൽ ഞാൻ റിയാക്ട് ചെയ്യൂല, ഞാൻ സ്കിപ്പ് ചെയ്യും. ഓക്കെ, ഇതിനെക്കുറിച്ച് ഞാൻ ചാറ്റിൽ കണ്ടാലും ഞാൻ മൈൻഡ് ആക്കൂല. കാണാത്ത പോലെ വെക്കും. ഓക്കെ, എഗെയിൻ തന്നെയാണ് തൊപ്പി പറയുന്നത്. ഇപ്പൊ ഞാൻ പറഞ്ഞല്ലോ, ജെന്യൂൻ ആയിട്ടുള്ള അവർ തമ്മിലുള്ള എന്തെങ്കിലും പ്രശ്നങ്ങളാണെന്നുണ്ടെങ്കിലും അത് അവർ തൊപ്പി പറയുന്നുണ്ട്. റിയാക്ട് ചെയ്യണില്ലെങ്കിൽ വേണ്ട, അവിടെ കഴിഞ്ഞു. പക്ഷെ നിങ്ങൾ ഈ പോയിട്ട് ഫസീന്റെ വീഡിയോനടിയിൽ പോയിട്ട് ഈ ഇടുന്ന കമന്റുകളും അല്ലെങ്കിൽ ഈ തെറിവിളികളും, നാളെ ഇതേ പ്രശ്നങ്ങൾ മാറിയിട്ട്, മനുഷ്യന്മാരല്ലേ ഈ പ്രശ്നങ്ങളൊക്കെ മാറി രണ്ടുപേരും ബാക്ക് ടു അവരുടെ ലൈഫിൽ റീജോയിൻ ചെയ്ത് അവരുടെ ലൈഫ് മുന്നോട്ട് പോകുമ്പോ അപ്പൊ നിങ്ങളെന്നെ ഈ കമന്റ് ഇട്ടറിന് പോയിട്ട് അവിടെ അത് ഇവർ തന്നെ പറയും. ഇന്നലെ പറഞ്ഞാൽ എനിക്ക് അറിഞ്ഞിടത്തോളം, ഞാൻ കണ്ടിടത്തോളം അങ്ങനെ ഒരു റീച്ച് മുതലാക്കാൻ വേണ്ടി അങ്ങനെ ഒരു സംഗതിയായിട്ട് എനിക്ക് പേഴ്സണലി പലപ്പോഴും പലരും എന്നോട് പറയുമ്പോഴും ഞാൻ പറയുന്നുണ്ട്, ഏയ് അങ്ങനെയാണ് എനിക്ക് തോന്നിയിട്ടില്ല പേഴ്സണലി. ഞാനതെപ്പോഴും ഞാൻ എപ്പോഴും പറയാറുണ്ട്, എനിക്ക് അങ്ങനെ ഒരു തോന്നല് എനിക്കിതുവരായിട്ട് തോന്നിയിട്ടില്ല. ഞാൻ അവരെ കണ്ടതും സംസാരിച്ചതും ഒക്കെ ആയിട്ടുള്ള ഒരു വ്യക്തിയാണ്. എനിക്കതിനെ പേഴ്സണലി അത് തോന്നിയിട്ടില്ല ഒരിക്കലും. അപ്പൊ അവർക്ക് ആ ഒരു ലൈഫിന്റെ സ്റ്റേജിൽ അവർക്ക് ഇഷ്ടത്തിലായി. അവര് ഇപ്പൊ ഇനി എന്തെങ്കിലും ഒരു കാരണം കൊണ്ട് അവർ അങ്ങനെ ആയി പോവാണെന്നുണ്ടെങ്കിൽ അത് അവരുടെ ഇഷ്ടം കൊണ്ട് അവർ പരസ്പരം പറഞ്ഞുള്ള ധാരണയിലായിരിക്കാം. ഇനി ഇല്ല ചെറിയ മിസ്റ്റേക്ക് എന്തെങ്കിലും കാര്യമാണ്. ഫസ്മീൻ എപ്പോഴും തൊപ്പിനെ ഫോളോ ചെയ്യുന്നുണ്ട്. തൊപ്പിയാണ് അവിടെ അൺഫോളോ അടിച്ചത്. തൊപ്പിന്റെ ഒരു മൈൻഡ് ക്ലിയർ ആവുന്ന വഴിക്ക് തൊപ്പി അത്രേ ഉള്ളൂ. അപ്പോഴാണ് ഈ കമന്റ് ഇട്ടവര് ശരിക്ക് അന്തം ഇടാൻ പോണത്. അയ്യോ ഇനിയിപ്പോ നമ്മൾ എന്ത് ചെയ്യുന്നുള്ളത്. ഇപ്പം എന്താണെങ്കിലും ഞാൻ പറഞ്ഞല്ലോ, എനിക്ക് ഇവർ ഫോളോ അൺഫോളോ ആണെന്നുണ്ടെങ്കിലും എനിക്കതിൽ പേഴ്സണലി ഒന്നും ചെയ്യാൻ പറ്റില്ല. പിന്നെ ആ പറയാനുള്ളൊരു കാര്യം എന്ന് പറഞ്ഞാൽ ലൈഫിൽ സന്തോഷിച്ചിരിക്കുക. തൊപ്പി ഏത് മൂഡിലാണ് നമുക്ക് പറയാൻ പറ്റില്ല. തൊപ്പി ഓൾറെഡി ഹോസ്പിറ്റലിൽ പനിയും കാര്യങ്ങളും അതും ഇതൊക്കെ ആയിട്ടാണ്. പിന്നെ ഈ ലൈഫിൽ ഇങ്ങനത്തെയൊക്കെ പ്രശ്നങ്ങൾ വരുമ്പോൾ സ്വതവേ ഇങ്ങനത്തെ ഒരു എന്താ പറയുക, നമ്മൾ ഇഷ്ടപ്പെടുന്ന ആളുകളായിട്ട് ചെറിയ ചെറിയ പ്രശ്നങ്ങൾ വന്നാലടക്കം നമുക്കത് ഭയങ്കര സീനാണ്. അപ്പോൾ നിങ്ങൾ തന്നെ കണ്ടല്ലേ, ഞാൻ ബിഗ് ബോസിനകത്തോട്ട് ഞാൻ ഉള്ളിൽ പൊട്ടായിരുന്നു. ഞാനത് കൊണ്ട് ഇറക്കി വെച്ചപ്പോഴാണ് ഇപ്പോൾ ഞാൻ ഭയങ്കര ഹാപ്പി ആയത്. സോ ചിലർക്ക് അങ്ങനെ പറയാൻ പറ്റാത്തൊരു പ്രശ്നം ഉണ്ടാവും. മേ ബി തൊപ്പിക്ക് ചിലപ്പോൾ അത് പറയാൻ പറ്റാത്തത് കൊണ്ടോ, അല്ലെങ്കിൽ അത് ഇപ്പോൾ എങ്ങനെ അറിയാം, ഒരു റിലേഷൻ തുടങ്ങിയത് സോഷ്യൽ മീഡിയ വഴിയായി, അത് ബ്രേക്ക് ചെയ്യുമ്പോഴും സോഷ്യൽ മീഡിയയിൽ പറയേണ്ട ഒരു അവസ്ഥ ഉണ്ട്. പക്ഷെ ഇത് പറയാൻ പറ്റുന്നുമില്ല. അപ്പോൾ ആ ഒരവസ്ഥ ചിലപ്പോൾ തൊപ്പി അതിലൂടെ കടന്നു പോകുന്നതായിരിക്കാം. ബെറ്റർ ആവട്ടെ, എല്ലാം സ്മൂത്തായിട്ട് പോട്ടെ എന്നേ പറയാൻ പറ്റൂ. തൊപ്പിനെ ഒന്നുകൂടി വിളിച്ചു നോക്കണം, എന്താണ് ഹെൽത്ത് കണ്ടീഷൻ എന്നറിയില്ല. അവനിട്ട സ്റ്റോറി ഞാൻ ഫ്രണ്ടിനെ വിളിച്ച ഇൻഫർമേഷൻ എൻ്റെ കയ്യിലുള്ളൂ. ലൈക്ക് പനിയൊക്കെ ആണെങ്കിൽ പെട്ടെന്ന് മാറി തരട്ടെ അല്ലേ. ഇത് ബൈ അതെ, ബന്ധങ്ങൾ അങ്ങനെയല്ലേ, ബന്ധങ്ങൾ എന്തും ബന്ധനങ്ങളാണ് ആണല്ലേ. അയ്യോ ജിത്തുബായിക്ക് കുറെ കഥ പറയണ്ടോ ഈ ടോപ്പിക്കിലേ, അതുകൊണ്ട് ഞാൻ നിർത്താണ്. അല്ലെങ്കിൽ അല്ലേ കഥ പറഞ്ഞുകൊണ്ടിരിക്കും.